എറണാകുളം ജില്ലയിൽ മെട്രോ സ്റ്റേഷന് വളരെ അടുത്തായിട്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന വില്ല പ്രൊജക്ട് ആണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയി മെട്രോ സ്റ്റേഷൻ എടുത്ത വീടുകൾ നോക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇന്ന് മാർബിൾ ഹോംസ് തരുന്നത്. ആലുവയ്ക്ക് അടുത്തായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ആലുവ കളമശ്ശേരി ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ടാണ്, ബസ് റൂട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ കാണുന്ന വില്ലകൾ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് 2-3 ഫുഡ് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് ബസ് റൂട്ടിലേക്ക് എത്തുന്ന ദൂരത്തിലാണ് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. ആദ്യമേ തന്നെ പറയാം, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ ഒട്ടും വൈകരുത്, എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കണം. കാരണം ഇതിനകത്ത് നമുക്ക് 4-5 വീടുകൾ വില്ലകൾ വന്നു, അത് വളരെ പെട്ടെന്ന് സെയിൽ ആവുകയും ചെയ്തു. അപ്പോൾ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്, അതുകൊണ്ട് ഡിലേ വെക്കരുത്. വീട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കാം. ഞാൻ പറഞ്ഞു, മെട്രോ സ്റ്റേഷന് വളരെ അടുത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 4.2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററും. കാക്കനാടേക്ക് പോകാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്കിലേക്കും കളക്ടറേറ്റിലേക്കും ഒക്കെ വെറും 9 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം, വെറും 15 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ലൊരു ഹോസ്പിറ്റൽ ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 3.9 കിലോമീറ്റർ ആണ്. നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നത് കാർമൽ ഹോസ്പിറ്റലാണ്, 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ 4.9 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. HMT ജംഗ്ഷനിലേക്ക് 6 കിലോമീറ്ററും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് 5 കിലോമീറ്ററും മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. നമ്മുടെ കുട്ടിക്ക് നല്ലൊരു സ്കൂൾ നോക്കുവാണെങ്കിൽ തൊട്ടടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് SGTS സ്കൂൾ ഉണ്ട്. വെറും 180 മീറ്റർ മാത്രമാണ് വോക്കബിൾ ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ വിദ്യാധിരാജ സ്കൂളിലേക്ക് 4 കിലോമീറ്ററും സെന്റ് പോൾസ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്, റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വില്ലകൾ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം, ആളുകൾ നടന്നു പോകുന്നതും വാഹനങ്ങൾ പോകുന്നതും ഒക്കെ കാണുന്നത് മെയിൻ റോഡാണ്, ബസ് റൂട്ടാണ്. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു വരുന്ന വഴി നല്ല വൈഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴിയാണ് വില്ലകളിലേക്ക് വരുന്നത്. ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാവുന്ന രീതിയിലാണ് റോഡ് വൈഡ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ മതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഡിസൈനും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയായിട്ടുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് എളുപ്പം കിടക്കുന്ന രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. എലിവേഷൻ നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡൽ വർക്കുകൾ വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റിന്റെ ഒരു സൈഡ് വന്നിട്ട് സ്ലൈഡിംഗ് മെത്തേഡിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലും നല്ല ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കടന്നു വരുന്നത് ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാവുന്ന കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ LED ബൾബുകളൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഫ്ലോർ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമുക്കിനി ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്ക് കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാർ പോർച്ചിൽ EV വെഹിക്കിൾസ് ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോയിന്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നത്. നമ്മുടെ 2 വാഹനങ്ങൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നല്ലൊരു വിന്റേജ് മോഡലിൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടറും കൂടിയാണ്. കിണർ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഏരിയ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ആ ഒരു ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ഷിപ്പുകൾ വിരിച്ചിട്ട് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വെക്കാനുള്ള സ്പേസിലെല്ലാം തന്നെ ചെറിയ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഏരിയ വന്നിട്ട് നമുക്ക് പാഷ്യൂ ഏരിയയാണ്. ഡൈനിങ് ഹാളിൽ നിന്നും ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഏരിയ കുറച്ചും കൂടി അടുത്ത് വിസിബിൾ ആണ്. വീടിന്റെ സൈഡിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിറയെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയുള്ള പെബിൾസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. മെയിൻ കാർ പോർച്ചിന് അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ അതിന്റെ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാലും അവിടെ എല്ലാം ഭംഗിയായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭംഗിയുള്ള പെബിൾസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലൂടെ നോക്കുവാണെങ്കിലും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നടന്നു പോകാനായിട്ട് സ്റ്റോൺസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.75 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ ഭംഗിയായ ഡിസൈനിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പില്ലർ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള അത്ര സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ചെറിയ രീതിയിലുള്ള LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന വുഡൻ വർക്കുകളെല്ലാം തന്നെ ടീക്ക് വുഡിൽ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ നമ്മൾ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കിട്ടുന്നത്. 12 അടി നീളവും 10 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് 5 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം വുഡനായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളാണ്. വോളിൽ ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നത് ഈ ഒരു വോളിലായിട്ടാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് മെയിൻ ബോർഡ് വന്നിട്ട് വൈറ്റ് കളറിലെ ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. സൈഡിൽ കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫാണ്. അതിനകത്തും ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ കവർ ചെയ്യുന്ന ഡോറുകൾ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന കബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഈ ഒരു എൻട്രൻസ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈലുകൾ നോക്കുവാണെങ്കിൽ വുഡൻ പോലെ തോന്നിക്കുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്നിടത്തെല്ലാം തന്നെ നോക്കിക്കോളൂ, ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വോള് കുറച്ച് ഭംഗിയുള്ള ഡിസൈനിലാണ്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ അത് അടുത്ത് വിസിബിൾ ആണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ടീക്ക് വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആക്കിയിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയും കിട്ടുന്നുണ്ട്. ഏകദേശം 8 പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. 12 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. സ്റ്റെയർ കേസ് നമ്മൾ കണ്ടു. അതിന് താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ ഈ ഒരു വോളിന്റെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ ചെങ്കല്ല് ഡിസൈൻ വരുന്ന ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ കുറച്ച് ഡെപ്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ലൈറ്റ് ഫിറ്റിങ്ങിനുള്ള ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഗ്രീൻ ഗ്രാസ് വിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പെബിൾസ് ഒക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അവിടെ കാണാനായിട്ട്. സ്റ്റെപ്പിന്റെ താഴെ ഒരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ആക്ച്വലി 2 വിൻഡോസും മേലെ ഒരു ഡോറും ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മിഡിൽ പോർഷനിലുള്ള ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഭംഗിയായിട്ടാണ് അവിടെ ഒരു പാഷീവ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പെബിൾസ് ഒക്കെ നിറയെ ഫില്ല് ചെയ്തിട്ട് ആ ഒരു ചെങ്കല്ല് ഡിസൈൻ വരുന്ന ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഷോ ലാമ്പ് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ഇനി ഗ്ലാസ് ഇട്ടിട്ട് അതുകൂടെ കവർ ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ടുള്ളത്. നല്ലൊരു വൈബ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ മുകളിൽ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ഷാൻലിയർ ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ കുറച്ചും കൂടെ അടുത്ത് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ ഒരു പോർഷൻ വന്നിട്ട് കംപ്ലീറ്റ് റൂഫിംഗ് ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കാണ് നിറയെ ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഒക്കെ ഇട്ട് LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗത്തെ റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജാഗ്വാറിന്റെ ആണ് വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടും അട്രാക്റ്റീവ് ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും ഭംഗിയുള്ള ടൈലുകളൊക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പ് വരുന്ന ജാഗ്വാറിന്റെ വാഷ് ബേസിൻ ആണ് അത് വെച്ചിരിക്കുന്നത്. ഗ്രേ കളറുള്ള ഗ്രാനൈറ്റിലാണ്. താഴെ ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഒരു വാട്ടർ ഡ്രോപ്പിന്റെ ഷേപ്പിലുള്ള ഭംഗിയുള്ള ഒരു മിറർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കിച്ചൺ തന്നെ ഒന്ന് കണ്ടിട്ട് വരാം. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ് സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ എൻട്രൻസ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ക്രോക്കറി ഷെൽഫ് മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഡോറുകളാണ് വരുന്നത്. താഴെയാണെങ്കിലും കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ്. താഴെ PVC പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഭംഗിയായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതിന്റെ സൈഡിൽ പോലും വരുന്ന സ്പേസുകളൊക്കെ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ട് ചെറിയ LED ലൈറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈസ്റ്റിലേക്ക് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാനുള്ള രീതിയിൽ വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് സ്ട്രെയിറ്റ് കാണാം, ബാക്കിയുള്ള 2 വിൻഡോസ് റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ്സ് ഒക്കെ നമുക്ക് മുകളിലും താഴെയും 2 ലെയറിലും താഴെ 1 ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വൈറ്റ് ബോർഡറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഭംഗിയായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED ബൾബുകളും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലൂടെയൊക്കെ പോകുന്ന നമുക്ക് ആ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിന് താഴെ വരുന്ന ആ രണ്ടിന്റെയും ആ ഒരു ഇടയിൽ വരുന്ന പോർഷനിൽ നോക്കിയാൽ കാണാം LED സ്ട്രിപ്പുകൾ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ക്യാബിനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡോറ് തുറന്നാൽ നമ്മൾ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. വർക്ക് ഏരിയയുടെ വർക്കുകൾ ഓൺ ഗോയിങ് ആണ്. അതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. ഫ്ലോറിംഗിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി റൂഫിംഗ് കൂടെ ചെയ്യാനായിട്ടാണ് പെയിന്റിംഗ് ഉള്ളത്. വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 12 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. മിഡിൽ പോർഷനിൽ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് ലൈറ്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ 5 വിൻഡോസ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് കാണുന്ന വോളിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിററും താഴെ ഡ്രോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ്, LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ജാഗുവാറിലാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാ ബെഡ്റൂമുകളുടെയും ഡോറിന്റെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ 3 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകളും അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് തന്നെ, ഗ്രേ ആണ് വരുന്നത്. വലിയൊരു മിറർ വരുന്നുണ്ട്. താഴെ ഡ്രോസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകൾ തന്നെയാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വൈറ്റ് കളറിനകത്ത് ചെറിയൊരു ഡിസൈൻ വരുന്ന ഭംഗിയുള്ള ഒരു ടൈല് തന്നെയാണ് ഇവിടെയും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലും വോളിൽ ഗ്ലോസി ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൂടെ എല്ലാം ഗോൾഡൻ കളർ ബീഡിങ് കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വലിയ ഓപ്പണിംഗ് കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടത് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം അകത്തേക്ക് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഹാളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഷാൻലിയർ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ഷാൻലിയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഹാള് കിട്ടുന്നത്. ഹാൾ വെൽ ഷേപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഭംഗിയുള്ളൊരു വുഡൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ ഹാളിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ ആദ്യത്തെ ഡോർ വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. മാറ്റ് ഫിനിഷോട് കൂടിയുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റൂഫും സൈഡ് പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ട ഡോർ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ളതാണ്. അതിനുശേഷം നമ്മൾ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിന്റെ TV വെക്കാനുള്ള മെയിൻ യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടും സിമ്പിൾ ആയിട്ടുമാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ ഡ്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാള് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് കൂടി വരികയാണ്. നമുക്ക് ഹാളിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് വരുമ്പോൾ നമുക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനോ ഒക്കെ ആയിട്ട് നല്ലൊരു റീഡിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ലൈബ്രറി റൂമായിട്ടൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലാപ്ടോപ്പ് വെക്കാനുള്ള വർക്ക് സ്റ്റേഷൻ ടേബിള് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. മുകളിലാണ് നമുക്ക് ഡ്രോസ് കിട്ടുന്നുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്.
2 വിൻഡോസ് ആണ് ഈ ഒരു വോളിൽ കിട്ടുന്നത്. ബാക്കിയുള്ള 5 വിൻഡോസ് വലിയ വിൻഡോസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. അതും കൂടാതെ നമുക്ക് UPVCയുടെ സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസ് ഈ ഒരു ഭാഗത്ത് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. റൂഫിലാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന സമയത്ത് നിങ്ങൾ അവിടെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടിരുന്നു. ആ ഭാഗത്തായിട്ട് ഇതുപോലൊരു നല്ലൊരു ഏരിയ കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ട് ഇവിടെയെല്ലാം ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിക്കോളൂ. ബെഡ്റൂമിലേക്ക് പോകുന്ന ആ വഴിയാണ്. അതിന് നേരെ മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ പെർഗോള മോഡലിൽ ഓപ്പണിംഗ് കൊടുത്ത് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് സ്കൈ കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ലൊരു സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ 2 ബെഡ്റൂമുകളാണ് താഴെ കണ്ടത്. ടോട്ടലി നോക്കുവാണെങ്കിൽ ഇപ്പോൾ 3ാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണാൻ പോകുന്നത്. ബെഡ്റൂമുകളൊക്കെ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്തും ഇവിടെ 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സൈഡ് ടേബിൾ കൂടി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും നല്ല വർക്കുകളൊക്കെ വരുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ടൈലുകളൊക്കെ നമ്മൾ താഴെ കണ്ട അതേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് വിൻഡോസ് നോക്കുവാണെങ്കിൽ ആ ഭാഗത്ത് 5 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. വലിയൊരു മിററും താഴെ ഡ്രോസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡ് ടേബിൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളാണ്. ലൈറ്റ് ഫിറ്റിംഗ്സും ആവശ്യത്തിന് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഒരു വൈറ്റ് കളർ തന്നെയാണ് ഇവിടെയും ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി കൂടിയാണ് കാണാനുള്ളത്. ഈ ഒരു TV യൂണിറ്റിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ബാൽക്കണി തന്നെയാണ്. ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. ഒരു ഗേറ്റഡ് പ്രൊജക്ട് ആണെന്ന് തന്നെ നമുക്ക് പറയാം. റോഡ് ഫേസ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം വില്ലകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് നൈബർഹുഡ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയയിൽ തന്നെയാണ്. മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ വെറും 50 മീറ്റർ ആണ് നമുക്ക് വരുന്നത്. നമ്മൾ 2-3 ഫുഡ് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും നമുക്ക് മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞു. എല്ലാ സൗകര്യങ്ങളുമുള്ള ആലുവയുടെ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ലാൻഡ് അളവ് വരുന്നത് 4.75 ആണ്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2200 ആണ്. 4.75 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്, കിണറുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നല്ലൊരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,05,00,000 രൂപയാണ്. 1.05 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങളത് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീടിന് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ വേണമെങ്കിൽ തീർച്ചയായും അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടവർ ഒട്ടും വൈകരുത്. ബിക്കോസ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വന്ന വീടുകളെല്ലാം തന്നെ പെട്ടെന്ന് സെയിലായി പോകുന്നതാണ്. നമുക്ക് 4-5 വീടുകൾ പണിത് എല്ലാം തന്നെ സെയിലായി. ബിക്കോസ് കാരണം ഇത് റോഡ് ഫേസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. ബസ് റൂട്ടിന് വളരെ അടുത്ത് ഇതുപോലുള്ള വില്ല പ്രൊജക്ടുകൾ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും ലേറ്റ് ആക്കരുത്. ഇന്ന് തന്നെ ഫോൺ എടുക്കുക. മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.